PSC ടോപ്പ് ഇന്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മോക്ക് ടെസ്റ്റ് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ അതിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ഓപ്ഷൻസ് നോക്കാം. രോഹിണി, ആപ്പിൾ, ആര്യഭട്ട, ഭാസ്കര. ഓക്കെ, അതിൻ്റെ കറക്റ്റ് ആൻസർ ആര്യഭട്ടയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, മംഗൾയാൻ പേടകം വിക്ഷേപിച്ചത് എന്ന്? ഓപ്ഷൻസ് 2013 നവംബർ 7, 2013 നവംബർ 8, 2013 നവംബർ 5, 2013 നവംബർ 2. ഓക്കെ, അതിൻ്റെ ഉത്തരം 2013 നവംബർ 5. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം? ഓപ്ഷൻസ് ഭാസ്കര 1, ജിസാറ്റ് 11, ആസ്ട്രോസാറ്റ്, കലാംസാറ്റ് V2. അതിൻ്റെ ഉത്തരം ഭാസ്കര 1. അടുത്ത നാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ഓപ്ഷൻസ് നോക്കാം. ആപ്പിൾ, രോഹിണി, ആര്യഭട്ട ആൻഡ് ഭാസ്കര. അതിൻ്റെ ഉത്തരം രോഹിണി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ഓപ്ഷൻസ് നോക്കാം. ആപ്പിൾ, രോഹിണി, ആര്യഭട്ട, ഭാസ്കര. അതിൻ്റെ ഉത്തരം ആപ്പിൾ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹം? ഓപ്ഷൻസ് ഇൻസാറ്റ് 1A, ഇൻസാറ്റ് 2A, കലാംസാറ്റ് V2, റീസാറ്റ് 1. ഉത്തരം ഇൻസാറ്റ് 1A. അടുത്ത ഏഴാമത്തെ ചോദ്യം, സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏത്? ഓപ്ഷൻസ് കാർട്ടോസാറ്റ്, ഫാൽക്കൺ 9, ഓഷ്യൻസാറ്റ് 1, ജിസാറ്റ് 11. അത് ഓഷ്യൻസാറ്റ് 1. അടുത്ത ചോദ്യം, പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്ക് മാത്രമായി ISRO നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏത്? ഓപ്ഷൻസ് ജിസാറ്റ് 11, ജിസാറ്റ് 9, ജിസാറ്റ് 7, ജിസാറ്റ് 90. അതിൻ്റെ ഉത്തരം ജിസാറ്റ് 7. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം? ഓപ്ഷൻസ് ജിസാറ്റ് 1, ജിസാറ്റ് 19, ജിസാറ്റ് 11, ജിസാറ്റ് 7. അതിൻ്റെ ഉത്തരം ജിസാറ്റ് 11. അതിൻ്റെ ഭാരം 5854 കിലോഗ്രാമാണ്. അടുത്തത്, ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ രണ്ടാമത്തെ ഉപഗ്രഹം ഏത്? ജിസാറ്റ് 1, ജിസാറ്റ് 19, ജിസാറ്റ് 7, ജിസാറ്റ് 9. അതിൻ്റെ ഉത്തരം ജിസാറ്റ് 19. അതിൻ്റെ ഭാരം 3136 കിലോഗ്രാമാണ്. ജിസാറ്റ് 11ൻ്റെ ഭാരം 5854 ആയിരുന്നു. രണ്ടാമത്തെ ജിസാറ്റ് 19ൻ്റെ ഭാരം 3136 കിലോഗ്രാമാണ്. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? ഓപ്ഷൻസ് എഡ്യൂസാറ്റ്, എക്സിഡ്സാറ്റ്, മെഡ്സാറ്റ്, റിസോഴ്സ് സാറ്റ്.
ഉത്തരം എഡ്യൂസാറ്റ്. അടുത്ത ചോദ്യം, ഭൂപടങ്ങൾ തയ്യാറാക്കാനും ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹം ഏത്? ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹം ഏത്? അതിൻ്റെ ഓപ്ഷൻസ്: സ്പേസ് റിക്കവറി എക്സ്പെരിമെൻറ്റ് 1, കാർട്ടോസാറ്റ്, IRS, ആസ്ട്രോസാറ്റ്. എൻ്റെ ഉത്തരം കാർട്ടോസാറ്റ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ആദ്യ ചൊവ്വ ദൗത്യം ഏത്? അതിൻ്റെ ഓപ്ഷൻസ്: ചന്ദ്രയാൻ, മംഗൾയാൻ, ആദിത്യ, ഗഗൻയാൻ. അതിന് ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ്, മംഗൾയാൻ. ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യവും മംഗൾയാൻ തന്നെയാണ്. അടുത്ത ചോദ്യം, ചൊവ്വ ദൗത്യത്തിന് ആദ്യ ശ്രമത്തിൽ വിജയിച്ച ആദ്യ രാജ്യം. ചൊവ്വ ദൗത്യത്തിൻ്റെ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ച ആദ്യത്തെ രാജ്യം ഏത്? ഓപ്ഷൻസ്: ചൈന, ജർമ്മനി, ഇന്ത്യ ആൻഡ് അമേരിക്ക. ഓക്കെ, എൻ്റെ ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ പതാക പാറിച്ച 4ാമത്തെ രാജ്യം ഏത്? ഓപ്ഷൻസ്: റഷ്യ, അമേരിക്ക, ജപ്പാൻ, ഇന്ത്യ. അതിൻ്റെ ഉത്തരം ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിതമായ ഉപഗ്രഹം ഏത്? ഓപ്ഷൻസ് നോക്കാം: കലാംസാറ്റ് V2, ആസ്ട്രോസാറ്റ്, കാർട്ടോസാറ്റ് 2F, ഇൻസാറ്റ് 3. അതിൻ്റെ ഉത്തരം കലാംസാറ്റ് V2 ആണ് മനുഷ്യനിർമ്മിതമായ ഭാരം കുറഞ്ഞ ഉപഗ്രഹം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അത്യാധുനിക റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹം ഏത്? ഓപ്ഷൻസ്: റിസോൾസാറ്റ് 1, റിസാറ്റ് 1, ജിസാറ്റ് 7, മെറ്റ്സാറ്റ് 1. അതിൻ്റെ ഉത്തരം റിസോൾസാറ്റ് 1. അടുത്ത ചോദ്യം, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് സഹായിക്കുന്ന ഉപഗ്രഹം ഏത്? ഓപ്ഷൻസ് നോക്കാം: ആസ്ട്രോസാറ്റ്, റിസോൾസാറ്റ്, മെഗാട്രോപിക്സ്, ജിസാറ്റ് 7. അതിൻ്റെ ഉത്തരം മെഗാട്രോപിക്സ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് സഹായിക്കുന്ന ഉപഗ്രഹം മെഗാട്രോപിക്സ് ആണ്. കാലാവസ്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം മെറ്റ്സാറ്റ് 1 ആണ്. അതായത് കാലാവസ്ഥ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം മെറ്റ്സാറ്റ് 1. പിന്നെ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് സഹായിക്കുന്ന ഉപഗ്രഹം മെഗാട്രോപിക്സ്. രണ്ടിൻ്റെ ആൻസർ 2 ആണ്. അടുത്ത ചോദ്യം, സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള കൊറോണയുടെ വിശദാംശങ്ങൾ പഠിക്കുന്നതിനായി ISRO രൂപകൽപ്പന ചെയ്ത സൂര്യ പര്യവേഷണ ഉപഗ്രഹം ഏത്? ഓപ്ഷൻസ്: സ്ക്രാംജെറ്റ്, മെറ്റ്സാറ്റ് 1, റിസാറ്റ്, ആദിത്യ, L1. അതിൻ്റെ ഉത്തരം ആദിത്യ L1. സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള ബാഹ്യ ആവരണത്തിന് പറയുന്ന പേരാണ് കൊറോണ. ഇതിൻ്റെ വിശദാംശങ്ങൾ പഠിക്കുന്നതിനായി ISRO രൂപകൽപ്പന ചെയ്ത സൂര്യപര്യവേഷണ ഉപഗ്രഹമാണ് ആദിത്യ L1. അടുത്ത ചോദ്യം, പുനരുപയോഗിക്കാൻ കഴിയുന്ന ISROയുടെ വിക്ഷേപണ വാഹനം. ഓപ്ഷൻസ്: SRE-1, ജിസാറ്റ് 7, ഫാൽക്കൺ 9, RLV-TD. ഓപ്ഷൻസ്: RLV-TD. ആൻഡ് ആൻസർ RLV-TD. റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ എന്നാണ് പറയുന്നത് RLV.
അടുത്ത ചോദ്യം, ഒറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ISROയുടെ വിക്ഷേപണ വാഹനം ഏത്? ഓപ്ഷൻസ്: GSLV D5, PSLV C-37, PSLV C-21, PSLV C-38. അതിൻ്റെ ഉത്തരം PSLV C-37. അതായത് ഒറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച വിക്ഷേപണ വാഹനം PSLV C-37 ആണ്. അതുപോലെ തന്നെ ഒറ്റ വിക്ഷേപണത്തിൽ 31 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച വിക്ഷേപണ വാഹനം PSLV 38 ആണ്. 104ൻ്റെത് 37ഉം അതുപോലെ തന്നെ 31 ഉപഗ്രഹങ്ങളെ എത്തിച്ചത് 38ഉമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലസ്കോപ്പ് ഏത്? ഓപ്ഷൻസ് നോക്കാം. GSAT-7, മെഗാട്രോപിക്സ്, ആസ്ട്രോസാറ്റ്, റിസോൾട്ട്സാറ്റ് 1. അതിൻ്റെ ഉത്തരം ആസ്ട്രോസാറ്റ് ആണ്. അടുത്ത ചോദ്യം, ISROയുടെ 100ാമത്തെ ദൗത്യം എന്ത്? ഓപ്ഷൻസ് നോക്കാം. PSLV C-21, GSLV D5, PSLV C-37, PSLV C-38. അതിൻ്റെ ഉത്തരം PSLV C-21. അടുത്ത ചോദ്യം, ISROയുടെ 100ാമത്തെ ഉപഗ്രഹം ഏത്? ഓപ്ഷൻസ് നോക്കാം. മെറ്റ്സാറ്റ്-1, ഇൻസാറ്റ് 3DR, കാർട്ടോസാറ്റ് 2F, കലാംസാറ്റ് V2. അതിൻ്റെ ഉത്തരം കാർട്ടോസാറ്റ് 2F. ISROയുടെ 100ാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2F. പക്ഷേ ISROയുടെ 100ാമത്തെ ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ PSLV C-21. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ സ്വകാര്യമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ഏത്? ഓപ്ഷൻസ് നോക്കാം. SRE-1, GSAT-1, INSAT-1, EXIDSAT-1. ഓക്കെ, അതിൻ്റെ ആൻസർ EXIDSAT-1 ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ PSC എക്സാമിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് PSC എഴുതുന്ന ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, നമ്മൾ ഈ രണ്ട് മോക്ക് ടെസ്റ്റ് പഠിച്ചിരുന്നാൽ തന്നെ നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.